പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ മൈദ എടുത്തിട്ടുണ്ട്. മൈദ അതിലേക്ക് എള്ളിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കുഞ്ഞ നേന്ത്രപ്പഴമായിരുന്നു കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം ചെറിയ ചെറിയ സ്ലൈസ് ആക്കി ഇട്ടിട്ടുണ്ട്. ചീഞ്ചട്ടി വെച്ച് ചീഞ്ചട്ടിയിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിനി വറുത്തെടുക്കാം. വറുത്തെടുക്കല്ല, പൊരിച്ചെടുക്കാം. അപ്പോൾ അതേ മാവിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച പഴം നമ്മൾ അതിലേക്ക് നന്നായി മുക്കിയെടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ടു. നമ്മുടെ പഴംപൊരി പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇന്നലെ 4 മണിക്കുള്ള പലഹാരമായിരുന്നു കേട്ടോ അത്. അങ്ങനെ കോരിയെടുത്തു. 2 ട്രിപ്പ് വീണ്ടും ഇട്ടു. മാവിൽ മുക്കിയിട്ട് വീണ്ടും പൊരിക്കാനായി ഇട്ടു കേട്ടോ. അങ്ങനെ പഴംപൊരിയൊക്കെ റെഡിയായി. ഞങ്ങളത് എല്ലാവരും ചായ കുടിക്കാനായിട്ടിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി പഴംപൊരിയായിരുന്നു. ഞങ്ങളത് ചിക്കൻ കൂട്ടി അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണേ.